ചോദ്യം ഇതാണ്: എന്തുകൊണ്ടാണ് ഇന്തോനേഷ്യൻ പ്രസിഡന്റിനെ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിന പരേഡിന് മുഖ്യ അതിഥിയായി കൊണ്ടുവന്നതെന്നാണല്ലോ. സത്യം അതിൻ്റെ പിന്നിലൊരു മാസ്റ്റർ ബ്രെയിൻ ഉണ്ട്. ശരിക്കുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്തോനേഷ്യ ലോകത്തിലെ ഏറ്റവും അധികം മുസ്ലിംസ് ഉള്ള ഒരു രാജ്യമാണ്. ശരിക്കും പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും അധികം മുസ്ലിംസ് ഉള്ള രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിലെ ജനങ്ങളും ഇന്തോനേഷ്യയിലെ ജനങ്ങളും ഒറ്റക്കെട്ടാണെന്നും ഇന്ത്യയുടെ സംസ്കാരം ഇന്തോനേഷ്യയുടെ സംസ്കാരം ഒന്നാണെന്നും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഏക സഹോദരങ്ങളായിട്ട് പോകുന്ന രാജ്യമാണ് ഇന്ത്യ, അതോടൊപ്പം തന്നെ ഇന്തോനേഷ്യ. അപ്പോൾ ഈ ഒരു സന്ദേശം ലോകത്തിലേക്ക് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്തോനേഷ്യൻ പ്രസിഡന്റിനെ ഇന്ത്യയിലേക്ക് വന്നത്. കാരണം ലോകത്തിലെ ഏറ്റവും കൂടുതൽ മുസ്ലിംസ് ഉള്ള ഒരു രാജ്യം ഇന്ത്യയിൽ വന്ന് ഇന്ത്യയുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു അതിഥിയായിട്ട് മാറി, ഇന്ത്യയുടെ ഏറ്റവും വിശ്വസ്ത സുഹൃത്തായിട്ട് നിൽക്കുമ്പോൾ ഇന്ത്യയിലുള്ള മുസ്ലിംസിനും ലോക മുസ്ലിങ്ങൾക്കും പാകിസ്ഥാനെ പോലെയുള്ള എന്താ പറയുക, ഇന്ത്യക്കെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന തീവ്രവാദ സംഘടനകൾക്കും, കാരണം ഇന്ത്യക്ക് ശത്രുവായി കാണുന്ന എല്ലാ മത തീവ്രവാദ സംഘടനകൾക്കും ഒരു സന്ദേശമാണെന്നത്. കാരണം ഇന്തോനേഷ്യ എന്ന് പറഞ്ഞ രാജ്യം ഇന്ത്യക്കൊപ്പമാണ്, അവരുടെ പ്രസിഡന്റ് ഇന്ത്യക്കൊപ്പമാണ്, അവിടെ ഏറ്റവും കൂടുതൽ മുസ്ലിംസ് ഉള്ള ഒരു രാജ്യമാണ്. അതുകൊണ്ട് ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടാണെന്നും നമ്മൾ ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകണമെന്നും ഒരു സന്ദേശം കൂടി ലോകത്തിനും ഇന്ത്യയിലുള്ള എല്ലാ വിഭാഗം ആളുകൾക്കും നൽകുന്നതിന് വേണ്ടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്രാവശ്യം ഇന്തോനേഷ്യൻ പ്രസിഡന്റിനെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കാനായിട്ടുള്ള കാരണം. അപ്പോൾ പിടികിട്ടിയില്ലേ പോയിന്റ് ആണ് അതിൻ്റെ കാര്യം.